ഹായ് വെൽക്കം ടു IAS ഫാക്ടർ ആൻഡ് ഐ എം അർജുൻ ആർ ശങ്കർ. നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട സെഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവസാനത്തെ 90 ഡേയ്സ്. ഇനി 2026 പ്രിലിംസ് എക്സാമിന് വേണ്ടി ഓൾമോസ്റ്റ് ലെസ് ദൻ 90 ഡേയ്സ് ആണുള്ളത്. സോ ഈ 90 ഡേയ്സിൽ പല ആസ്പിറൻസും ഓൾമോസ്റ്റ് ഇവിടെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. നമുക്കിതിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ എന്താണ് സ്ട്രാറ്റജി എന്ന് ആലോചിക്കുന്നത്. സോ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. അവസാനത്തെ നിമിഷത്തെ സ്ട്രാറ്റജി എന്താണ് പഠിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ആസ്പിറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആസ്പിറൻസ് വളരെ ലോ ആവുന്നൊരു പോയിന്റാണ്. പഠിത്തം എവിടെ എത്തിയില്ല, അല്ലെങ്കിൽ ഒന്നും റിമെമ്പർ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. ദീസ് ആർ വെരി സിമ്പിൾ, വെരി കോമൺ ക്വസ്റ്റ്യൻസ് വിച്ച് എവറി ആസ്പിറൻറ്റ് ഹാസ്. സോ നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 90 ഡേയ്സ് ഇങ്ങനെ തന്നെയാണ് എല്ലാ ആസ്പിറൻസിൻ്റെയും പോകുന്നത്. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്. ശരിക്കും സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിൽ നല്ല പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന 90 ദിവസങ്ങളാണിതും. ഈ ഒരുപാട് ദിവസം കിട്ടിയാൽ നമ്മൾ വർക്ക് ചെയ്യില്ലെന്ന് പറയുന്ന പോലെ ഈ 90 ഡേയ്സിൽ ശരിക്കും നിങ്ങൾ ദ റൈറ്റ് എഫേർട്ട് എടുത്താൽ, ഐ എക്സ്പ്ലെയിൻ ദ വേർഡ്, ഇറ്റ്സ് കോൾഡ് ദ റൈറ്റ് എഫേർട്ട്. ഈ റൈറ്റ് എഫേർട്ട് എടുത്താൽ ഈ 90 ഡേയ്സ് ശരിക്കും പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഡേയ്സ് ഓഫ് യുവർ പ്രിപ്പറേഷൻ. കഴിഞ്ഞ ഒരു വർഷം സമയം വേസ്റ്റ് ചെയ്തതൊക്കെ പോട്ടെ, ഈ 90 ഡേയ്സിൽ ദ റൈറ്റ് എഫേർട്ട് കൊടുത്താൽ വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റും. അത് ഒരുപാട് ആസ്പിറൻസിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 90 ഡേ സ്ട്രാറ്റജിയിൽ കുറച്ച് കോർ എലിമെന്റ്സ് ഉണ്ട്. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. പ്രധാനമായിട്ടും ഈ 90 ഡേയ്സിന് നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ടത്, നമ്മുടെ ഒരു ദിവസത്തെ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ഈ പ്രിപ്പറേഷനിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുന്ന പോലെ ഒരു മിനിമം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് പറയും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ കറി നന്നാവും എന്ന് പറയുന്ന പോലെ തന്നെ ദീസ് ആർ ദ മിനിമം ഇൻഗ്രീഡിയൻസ് ദാറ്റ് ഷുഡ് ബി ദെയർ ഇൻ യുവർ 90 ഡേയ്സ്. ഇത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് നിങ്ങൾ ഇടുകയാണെങ്കിൽ ദെൻ ഇറ്റ്സ് ഗോൺ ബി റിയലി ഗുഡ്. ആൻഡ് നമ്പർ 1, ഇറ്റ്സ് ദ ബേസിക് സബ്ജക്ട്സ്. ബേസിക് സബ്ജക്ട്സ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് എത്രത്തോളം നന്നായി സ്കോർ ചെയ്യാമോ അത്രത്തോളം നല്ലതാണ്. കാരണം ഇതിലൊരു കാര്യം വളരെ ഓബ്വിയസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 100 ക്വസ്റ്റ്യൻസിൽ, ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്, 100 ക്വസ്റ്റ്യൻസിൽ ഓൾമോസ്റ്റ് ഒരു 55 ക്വസ്റ്റ്യൻസോളം വെറും ബേസിക്സ് എന്ന് മാത്രം ബുക്കിൽ നിന്ന് ചോദിക്കുന്നതാണ്. നമ്മൾ ഈ ബാക്കി ക്വസ്റ്റ്യൻസ് കണ്ട് പേടിച്ചിട്ടാണ് അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ തെറ്റിക്കുന്നത്. അതുകൊണ്ട് 55 ക്വസ്റ്റ്യൻസിൽ ഓൾമോസ്റ്റ് ഒരു 48 to 50 ക്വസ്റ്റ്യൻസ് ശരിക്കും ബുക്കിനകത്തുനിന്ന് വരുന്നതാണ്. ദർ ഇസ് എ ഹൈ ചാൻസ് ദറ്റ് യു ക്യാൻ ഗെറ്റ് ദിസ് ക്വസ്റ്റ്യൻസ് കറക്റ്റ്. അപ്പോൾ ബേസിക് സബ്ജക്ട്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ വളരെ ക്ലാരിറ്റിയോടെ തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവം. നല്ല ക്ലാരിറ്റിയോടെ പഠിക്കുക, വെറുതെ കവർ ചെയ്ത് തീർക്കരുത്. ആർക്കും വേണ്ടി ഇത്ര ഏരിയ പഠിച്ചു തീർക്കാനുണ്ട്, ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ ഇത്രയും, ഞാൻ എല്ലാവരോടും നിങ്ങൾ തന്നെ പറയും ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, എൻ്റെ കവറേജ് കഴിഞ്ഞു എന്നുള്ളത് തെറ്റാണ്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. കവർ ചെയ്യുകയാണെങ്കിൽ ക്ലാരിറ്റിയോടെ കവർ ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് 90 ഡേയ്സിൽ അത് റിവിഷൻ ആണെങ്കിൽ എന്താണെങ്കിലും ക്ലാരിറ്റിയോടെ മനസ്സിലാക്കാൻ നോക്കുക. സബ്ജക്ട്സ് എന്ന് പറയുന്ന ഒന്ന്, ഞാൻ എല്ലാത്തിലേക്കും വരാം. 2, ഇറ്റ്സ് ദ കറണ്ട് അഫയേഴ്സ്. എത്ര പഠിച്ചാലും തീരാൻ പോകുന്നില്ല, പക്ഷെ എന്നാലും ലാസ്റ്റ് മിനിറ്റ് ഒരു നല്ല പ്രിപ്പറേഷൻ കൊടുക്കാൻ പറ്റും. സോ സെക്കൻഡ് ഇസ് യുവർ കറണ്ട് ആൻഡ് CSAT പ്രശ്നമുള്ള ഈ സെഷൻ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവാം. നിങ്ങളുടെ മാത്സും ലോജിക്കൽ റീസണിങ്ങും ക്വാണ്ടൊക്കെ അത്യാവശ്യം നല്ലതാണെങ്കിൽ ദെൻ യു ഡോണ്ട് ഹാവ് ടു വറി. ബട്ട് ഇഫ് ഇറ്റ് ഇസ് എ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, പരീക്ഷ സ്ഥിരം എഴുതിയിട്ട് നമുക്ക് കിട്ടുന്ന സ്കോർ എന്ന് പറഞ്ഞത് 67 അല്ലെങ്കിൽ ഒരു 69 അല്ലെങ്കിൽ 70, 70 to 80 നിങ്ങൾ എപ്പോഴും വരുന്നതെങ്കിൽ ദെൻ യു ആർ ഓൺ ദ ഡേഞ്ചറസ് സോൺ. ഞാൻ എന്താ ഡേഞ്ചറസ് സോൺ എന്ന് പറയാൻ കാരണം 70-80 അത്ര പ്രശ്നമുള്ള മാർക്കല്ലല്ലോ സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70-80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേഞ്ചറസ് സോൺ എന്ന് പറഞ്ഞാൽ UPSC ഒന്ന് പാറ്റേൺ മാറ്റി കഴിഞ്ഞാൽ ഇഫ് ദേ ചേഞ്ച് ദ പാറ്റേൺ നമ്മൾ നേരെ 67 താഴെ വരും. അതുകൊണ്ടാണ് ഇത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്. സോ ഇതും കൃത്യമായിട്ട് ലാസ്റ്റ് 90 ഡേയ്സിൽ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ടെസ്റ്റ്, പരീക്ഷ എഴുതുന്നതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ സമയം കിട്ടുന്ന പോലെ തന്നെ പഠിച്ചിട്ട് പരീക്ഷകൾ 2 മണിക്കൂർ ഷെഡ്യൂൾ ചെയ്ത് എഴുതുന്നതിന് ഒരു പ്രത്യേക വാല്യൂ തന്നെയുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ ലാസ്റ്റ് ആൻസർ കീ നോക്കി പഠിച്ചാൽ പോരെ, എക്സാം എഴുതേണ്ട ആവശ്യം ഉണ്ടോയെന്നില്ലേ. എക്സാം എഴുതുന്നതിൻ്റെ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. പരീക്ഷ എഴുതുന്ന സമയത്ത് ഹൗ ഡു യു കോൾ ദാറ്റ്, അതൊരു തരത്തിലൊരു വാമപ്പാണ്. നമ്മുടെ ആ പരീക്ഷ എഴുതിയ പാറ്റേൺ, പരീക്ഷ എഴുതിയ എക്സ്പീരിയൻസ് വിൽ റിയലി ഹെൽപ്പ് യു ഇൻ ദ ഫൈനൽ പ്രിലിംസ് എക്സാമിനേഷൻ. സോ ഡു നോട്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. അത് നമ്മൾ കറക്റ്റായിട്ട് എഴുതുക തന്നെ വേണം എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. സോ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് റിവിഷൻ എന്ന് പറയുന്നത്. ഈ റിവിഷൻ ആരും ചെയ്യാറില്ല. റിവിഷൻ ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. വെറുതെയാണ് നമ്മളിങ്ങനെ റിവിഷൻ പിന്നെ ചെയ്യും, നാളെ ചെയ്യും എന്നൊക്കെ പറയും. പക്ഷേ റിവിഷൻ ഇസ് ദ വൺ തിങ് ദാറ്റ് നെവർ ഹാപ്പൻസ്. ഇതിങ്ങനെ പറയാനേ കൊള്ളാവും.
പക്ഷെ അങ്ങനെ ആവരുത്. ഒരു 7 days അല്ലെങ്കിൽ ഒരു വീക്കൊക്കെ എടുക്കുമ്പോൾ ഒരാഴ്ചയെങ്കിലും എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇൻ 7 days നമുക്ക് ഈ 90 days വരുന്ന 7 ദിവസമെങ്കിലും കുറച്ച് റിവൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ മെയിൻ ആയിട്ടുള്ള കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ ചെയ്യണമെന്നുള്ള വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഇവാലുവേഷനും കൂടെ ഞാൻ തരാം. സോ നമ്പർ 1, ടോക്കിംഗ് അബൌട്ട് ദ ബേസിക് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഹിസ്റ്ററിയിൽ വളരെ ക്ലീൻ ആയിട്ട് ഏൻഷ്യൻ ഇന്ത്യ, മിഡിൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യ അത്യാവശ്യം നന്നായി നോക്കി വെക്കുക. ഏൻഷ്യൻ മെഡീവലിന്റെ ലാസ്റ്റ് മിനിറ്റ് ഇപ്പൊ ഏൻഷ്യന്റ് മെഡീവൽ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയാം. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ IAS ഫാക്ടറിന്റെ ചാനലിൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വിത്തിൻ ദിസ് വീക്ക് യു ക്യാൻ സ്റ്റാർട്ട് വാച്ചിങ് ദ ക്ലാസ്സസ്. ഏൻഷ്യൻ മെഡീവൽ ഇനി എല്ലാം കൂടെ പഠിക്കാൻ സമയമില്ലെങ്കിൽ ഡിപ്പെൻഡ് ഓൺ ദ നോട്ട്സ്. നിങ്ങളുടെ കയ്യിൽ സമ്മറിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുക. മോഡേൺ ഇന്ത്യയുടെ കാര്യങ്ങൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുക. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ യു ക്യാൻ സി ഏൻഷ്യൻ ഇന്ത്യ, മിഡിൽ ഇന്ത്യ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇപ്രാവശ്യം അങ്ങനെ വരണം എന്നൊരു നിർബന്ധവും ഇല്ല. സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ഗെറ്റ് പ്രിപ്പയർഡ്. അതേപോലെ തന്നെ പ്രിപ്പയർ ദ ജോഗ്രഫിയിലും വളരെ കൃത്യമായിട്ട് ബേസിക് പ്രിൻസിപ്പിൾസ് നന്നായി ഓർത്ത് വയ്ക്കുക. NCERT തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ഫോർ ജോഗ്രഫി UPSCയുടെ കാര്യത്തിൽ. പ്രിൻസിപ്പിൾസ് ഓഫ് ജോഗ്രഫി, കോൺസെപ്റ്റ്സ് നന്നായി മനസ്സിലാക്കി വെക്കുക, എല്ലാ കോൺസെപ്റ്റ്സും. ആൻഡ് അതേപോലെ ഈ കോൺസെപ്റ്റ്സ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ജോഗ്രഫിയും ഓൾറെഡി റെഡിയായി. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഡെഫിനറ്റ്ലി സോഷ്യൽ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, എക്കണോമിക് ജോഗ്രഫിയുടെ ബേസിക് NCERTs ഉണ്ട്. അതും കൂടെ ബേസിക്സ് നല്ല സ്ട്രോങ് ആക്കാൻ നോക്കുക. അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് മൂവിങ് ഓൺ ടു എക്കണോമി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. അതിൽ പലപ്പോഴും ബേസിക് മാക്രോ എക്കണോമി ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. മാക്രോ എക്കണോമിയുടെ ബേസിക്സ് വളരെ ക്ലീൻ ആയിട്ട് പഠിച്ചു വെക്കാൻ നോക്കുക. കുറച്ച് ബിറ്റ് ഓഫ് മൈക്രോ ഏരിയാസും കൂടെ, തുടക്കത്തിലെ കുറച്ച് ഏരിയാസും കൂടെ അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ലതാണ്. ആൻഡ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ എക്കോണമിയിലെ ബേസിക് ആയിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ട്. ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ദ പ്ലാനിങ് ഇൻ ഇന്ത്യ, അങ്ങനത്തെ ബാങ്കിങ് സിസ്റ്റംസ്, ഇതൊക്കെ വളരെ ക്ലീൻ ആയിട്ട് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും റെപ്പിറ്റേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് നന്നായി ശ്രദ്ധിക്കാൻ നോക്കുക. ആൻഡ് പോളിറ്റി, ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിലും ലക്ഷ്മികാന്തിന്റെ പോളിറ്റി. കാരണം പരീക്ഷയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലക്ഷ്മികാന്ത് എന്ന് മാത്രം ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും മെയിൻസ് പഠിക്കണമെങ്കിൽ വെറും ലക്ഷ്മികാന്ത് മാത്രം കൊണ്ട് കാര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുക. കാരണം കുറച്ചുകൂടി അനലിറ്റിക്കൽ ലെവലിലേക്ക് പോകേണ്ടി വരും. സോ ഓൾമോസ്റ്റ് ഒരു 80% ക്വസ്റ്റ്യൻസ് പോളിറ്റിയുടെ ഒരുവിധം ബേസിക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ റീഡ് പോളിറ്റി. നന്നായിട്ട് പോളിറ്റി പ്ലാൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു ആസ്പെക്റ്റ് ആണ്. ആൻഡ് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ എൻവയോൺമെന്റ്, ബാക്കിയെല്ലാം കറണ്ട് അഫയേഴ്സിൽ വരുന്നതുകൊണ്ട് എൻവയോൺമെന്റിലെ ബേസിക് എൻവയോൺമെന്റ്സ് എല്ലാം പഠിക്കുക. എൻവയോൺമെന്റ് കൂടുതലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണല്ലോ. എന്താണ് എക്കോ സിസ്റ്റം, എന്താണ് എക്കോ ടോൺ, ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, അങ്ങനെ കുറച്ച് ബേസിക് പൊല്യൂഷൻ, എൻവയോൺമെന്റിന്റെ ബേസിക്സ് പഠിച്ചു വെക്കുക. ഇത്രയും ബേസിക്സ് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ അത്യാവശ്യം നല്ലൊരു 50-55 മാർക്സിലുള്ള കോണ്ടന്റ് ഇതിനകത്തുണ്ട്. ട്രസ്റ്റ് മീ, ഐ എം നോട്ട് എക്സാജറേറ്റിംഗ് ദിസ് ഹോൾ കോൺസെപ്റ്റ്. യു ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇൻ. അത്രയുമുള്ള കോണ്ടന്റ് ഇതിനകത്തുണ്ട്. ഇത് നന്നായിട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ഒബ്ജക്റ്റീവോട് പ്രത്യേകം ഞാൻ പറയുന്നു, വെറുതെ കവർ ചെയ്യാന്നുള്ളതല്ല, ക്ലാരിറ്റിയോടെ ലാസ്റ്റ് 90 days നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് ടോപ്പിക് എന്ന് വളരെ ക്ലാരിറ്റിയോടെ പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദെൻ യു ഹാവ് എ ചാൻസ്. വെറുതെ ഓടിച്ചിട്ട് പഠിച്ചാൽ എല്ലാം അറിയാം പക്ഷേ ഒന്നും അറിയില്ല എന്നുള്ളൊരു അവസ്ഥയായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. സോ അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് മൂവിങ് ഓൺ ടു ദ കറണ്ട് അഫയേഴ്സ് എത്ര പഠിച്ചാലും നമുക്ക് 100% കവറേജ് ലാസ്റ്റ് മിനിറ്റ് കിട്ടാൻ പോകുന്നില്ല. സോ അതിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് മിനിറ്റ് കറണ്ട് അഫയേഴ്സിന് ചെയ്യാവുന്ന ഒരു ഒറ്റ കാര്യം ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ മിനിമം ആയിട്ടുള്ള ഏരിയാസ്, അതായത് ഏരിയാസ് ഏതൊക്കെയാണോ മാക്സിമം ഏരിയാസ് കവർ ചെയ്യാൻ നോക്കുക. എല്ലാത്തിനെ കുറിച്ചിട്ടും ഒരു അവയർനെസ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദെൻ യു ഹാവ് എ വെരി ഗുഡ് ചാൻസ് എന്ന് ഞാൻ പറയും. സോ IAS ഫാക്ടറിന്റെ കറണ്ട് അഫയേഴ്സിന് നമ്മുടെ മെറ്റീരിയലാണ് ടർബോ എന്ന് പറയുന്നത്. യു ക്യാൻ ഓൾ ഗെറ്റ് ഇറ്റ്. ടർബോ വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. നമ്മളിനി അങ്ങോട്ട് 80 ദിവസം 80 day ചലഞ്ച് കീപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ബൈ 10:30 ആകുമ്പോഴേക്കും ടർബോന്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. എല്ലാ ദിവസവും 20 ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. 25 ടോപ്പിക്സോളം നമ്മൾ ഡെയിലി പഠിക്കും. 25 ടോപ്പിക്സ് അടുത്ത 80 ദിവസം നിങ്ങൾക്ക് ഡെയിലി പഠിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ക്ലോസ് ടു 2000 ടോപ്പിക്സ്. 2000 ടോപ്പിക്സോളം നമുക്കിവിടെ വരുന്നുണ്ട്. അത് ചെറിയൊരു കൗണ്ട് അല്ല. അതിന് വേണ്ട നല്ല എഫേർട്ട് വേണം. എല്ലാ ദിവസവും നമുക്ക് ഒരു 25 ടോപ്പിക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. പ്രിലിംസിന് ആവശ്യമുള്ള രീതിയിൽ മാത്രമാണ് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അത് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ നിങ്ങൾ നന്നായി ശ്രമിക്കുക. സോ കറണ്ട് അഫയേഴ്സ് ഇതിൽ കൂടുതൽ നമ്മൾ എത്ര ശ്രമിച്ചാലും
കുറേ കമ്പൈലേഷൻ വായിച്ചു ഒന്നും മനസ്സിലാവുന്നതിനെക്കാട്ടും ഡെയിലി 25 ടോപ്പിക് വെച്ച് പഠിക്കുകയാണെങ്കിൽ 2000 ടോപ്പിക് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. അത്യാവശ്യം നല്ല മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. സോ ദിസ് ഇസ് റിഗാർഡിംഗ് ദ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ള മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഇതേ കാര്യം തന്നെ. സിസാറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സിസാറ്റ് നല്ലൊരു ഏരിയ. നിങ്ങൾ പഠിക്കുക എന്നുള്ളത്, സിസാറ്റ് നമ്മുടെ തന്നെ IAS ഫാക്ടറിൻ്റെ ആപ്പിൽ തന്നെ സിസാറ്റിൻ്റെ മുഴുവൻ ക്ലാസ്സസ് ഉണ്ട്. യു ക്യാൻ സ്റ്റാർട്ട് വാച്ചിങ് ദ ക്ലാസ്സസ്. ക്ലാസ് കാണുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കുറേ ആൾക്കാരെങ്കിലും ഡെയിലി ക്ലാസ് കാണുന്നുണ്ട്. ക്ലാസ് കണ്ടിട്ട് കാര്യമില്ല. ക്ലാസ് കണ്ടിട്ട് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും ഡെയിലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ then only there is a value for CSAT. Without practicing CSAT, ക്ലാസ്സിൽ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു 67 മാർക്ക് 70 മാർക്കിനുള്ളിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഓൺ ദ ഡേഞ്ചറസ് സോൺ. നന്നായി എഫേർട്ട് എടുക്കണം. കാരണം അങ്ങനെ ഒരു ശരിക്കും ആ ഒരു എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ഈ വാല്യൂ ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആൻഡ് ഡെഫിനറ്റ്ലി യു ഹവ് ഓൾറെഡി നോൺ അബൌട്ട് ദ റിവിഷൻ പ്രോഗ്രാം. റിവിഷൻ കറക്റ്റായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞാൽ തന്നെ ചെയ്യുക. ആഴ്ചയിൽ ഒരു 7 days കൂടുമ്പോഴെങ്കിലും എല്ലാ ദിവസവും റിവൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റുമെങ്കിൽ ചെയ്യുക. പക്ഷെ അറ്റ്ലീസ്റ്റ് ബെയർ മിനിമം എവറി 7 day പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ ദെൻ ഷോർട്ട് ടേം മെമ്മറി, അടുത്ത 90 days ഷോർട്ട് ടേം മെമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബ്രെയിനിൽ ഷോർട്ട് ടേം മെമ്മറി നന്നായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ഇഫ് യു കീപ്പ് അപ്പ് ദിസ് ഷോർട്ട് ടേം മെമ്മറി, ദ ചാൻസസ് ഓഫ് യു ലേണിംഗ് ഇറ്റ് ഇസ് വെരി ബെറ്റർ. സോ അതുകൊണ്ട് ആ റിസ്ക് ആയിട്ട് എടുക്കേണ്ട. 7 days ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും റിവിഷന് വേണ്ടി കൊണ്ടുപോകാൻ നോക്കുക. ആൻഡ് റിഗാർഡിംഗ് ദ ടെസ്റ്റുകളും നന്നായി എഴുതാൻ നോക്കുക. ടെസ്റ്റ്സ് അത്യാവശ്യം എഴുതുന്നത് ആ 2 hour നിങ്ങളുടെ ബ്രെയിൻ സ്റ്റിമുലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സിമുലേറ്റഡ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയാണ്. കാരണം ശരിക്കും 2 മണിക്കൂർ പോയിരിക്കുമ്പോൾ കോണ്ടന്റ് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. പരീക്ഷയിലെ 2 മണിക്കൂർ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൽ നല്ല പ്രാക്ടീസ് വേണം. സോ അതുകൊണ്ട് വെറുതെ കീ പഠിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് പരീക്ഷകൾ എഴുതാൻ പറ്റിയില്ലെങ്കിലും മേക്ക് ഷുവർ യു റൈറ്റ് സം എക്സാംസ്. കുറച്ച് എക്സാംസ് എങ്കിലും എഴുതി ബ്രെയിനിന് ആ ഒരു പ്രാക്ടീസ് കൊടുത്തേ പറ്റുള്ളൂ. സോ 90 days ഐ എം ജസ്റ്റ് സമ്മിങ് ഇറ്റ് അപ്പ് അഗെയിൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ റിഗാർഡിംഗ് ദ സബ്ജക്ട്സ്, ദാറ്റ് ഈസ് ദ നമ്പർ 1. സബ്ജക്ട്സും കറണ്ട് അഫയേഴ്സും അത്യാവശ്യം നല്ല ഗ്രിപ്പ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രിലിംസ് പാസ്സാവുന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. കാരണം അത്രയും ഒരു 100 above മാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും ബാക്കി ക്വസ്റ്റ്യൻസ് തെറ്റിയാൽ പോലും. ആൻഡ് റൈറ്റ് ദ ടെസ്റ്റ്സ് ആൻഡ് ഡു ദ പ്രോപ്പർ റിവിഷൻ. സിസാറ്റ് ഡിഫിക്കൽട്ട് ആണെങ്കിൽ സിസാറ്റിനും കൂടെ പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. സോ ഇതാണ് 90 days വേണ്ടി എനിക്ക് പറയാനുള്ള കാര്യം. സോ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദസ്. ഒരു കാര്യം കൂടെ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറയാം. എന്തൊക്കെ പ്രിപ്പയർ ചെയ്താലും എത്രയൊക്കെ കണ്ടന്റ് നിങ്ങൾ ഉണ്ടാക്കിയാലും ഈ അവസാനത്തെ 90 days നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ്, അത് സത്യം തന്നെയാണ്. ഈ പറയുന്ന എഫേർട്ട്, നിങ്ങളുടെ കൺസിസ്റ്റൻസി തന്നെയാണ് നിങ്ങളെ സക്സസ്സിലേക്ക് എത്തുന്നത്. കാരണം ഒത്തിരി 90% ആൾക്കാരും നന്നായി പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് 90 days എന്ന് പറയുന്നത്. ദാറ്റ് ബ്രീഫ് പീരിയഡ്. ഇതിൽ ഇഫ് യു ടേക്ക് ദി എഫേർട്ട്, നേരത്തെ ചെയ്യാനുള്ള കാര്യങ്ങൾ നന്നായി പഠിക്കാനുള്ള ആ ഒരു എഫേർട്ട് കൺസിസ്റ്റൻ്റ്ലി നമ്മളെ പുഷ് ചെയ്യാൻ പറ്റുകയാണ് വിത്തൗട്ട് പ്രോപ്പർ ഇൻട്രപ്ഷൻസ്. നല്ല ഫോക്കസ് ചെയ്ത് 90 days കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ എഫേർട്ടിന് ഉറപ്പായിട്ടും പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന ലെവലിലേക്കുള്ള ഒരു സക്സസ് ഔട്ട്പുട്ടും ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഓൾ ദി ആസ്പിരൻസ്, ബെസ്റ്റ് ഓഫ് വിഷസ്. കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക.